ഇനിയൊരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ വേർപിരിഞ്ഞവരായിരുന്നു ലിസിയും പ്രിയദർശനും. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പിരിഞ്ഞു ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരാൾക്ക് കൂട്ടായി മറ്റൊരാൾ വേണമെന്ന യാഥാർത്ഥ്യം ഇരുവരും അകൽച്ചയിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ വീണ്ടും ഒരുമിക്കുകയായിരുന്നു. തുടർന്ന് ആ സന്തോഷ വാർത്തയുമായാണ് 2026 എന്ന പുതുവർഷം പിറന്നതും. സംവിധായകൻ സിബി മലയിലിന്റെ മകന്റെ വിവാഹത്തിന് കൈകോർത്തു പിടിച്ചെത്തിയ ഇരുവരുടെയും ദൃശ്യങ്ങൾ വിശ്വസിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ആരാധകർക്ക്. ഇപ്പോഴിതാ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ ഇരുവരും വീണ്ടും ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. നടൻ മമ്മൂട്ടി ഇരുവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങളെടുത്ത തീരുമാനം വളരെയധികം നന്നായി എന്ന് തന്നെയാണ്. ഏറെ വർഷങ്ങളായി അടുത്ത കുടുംബ സുഹൃത്തുക്കൾ കൂടിയായ ഇവർ മമ്മൂട്ടിയുടെ കൂടി ഇടപെടലിലാണ് വീണ്ടും ഒന്നായത്. ലിസിയാണ് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മമ്മൂട്ടിയെ പ്രശംസകൾ കൊണ്ട് മൂടുന്ന കുറിപ്പാണ് ലിസി എഴുതിയിരിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രം പാട്രിയറ്റിന്റെ വോയിസ് റെക്കോർഡിങ്ങിനായി തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ലേ മാജിക് ലാൻഡൺ സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് ലിസി തന്റെ സന്തോഷം അറിയിച്ചത്. മമ്മൂട്ടിയുടെ മാറാത്ത ലുക്കിനെയും ഊർജ്ജസ്വലതയെയും കുറിച്ചാണ് ലിസി കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. 30കളിൽ കണ്ട അതേ ആകർഷണീയതയും ഊർജ്ജവും ഇന്നും മമ്മൂക്കയിൽ പ്രകടമാണെന്ന് ലിസി കുറിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തങ്ങൾക്ക് വലിയൊരു ബഹുമതിയാണെന്നും ചിത്രത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും ലിസി കുറിച്ചു. അതേസമയം ലിസിക്കും പ്രിയദർശനുമൊപ്പമുള്ള മമ്മൂട്ടിയുടെ ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മമ്മൂട്ടിയും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയോടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വിവാഹമോചനത്തിന് 10 വർഷം തികയവെയാണ് ലിസിയും പ്രിയദർശനും വീണ്ടും ജീവിതത്തിൽ ഒരുമിച്ചത്. ഈ ദമ്പതികളെ മുഴുവൻ സ്നേഹിച്ചിരുന്നവരുടെ ആഗ്രഹമായിരുന്നു ഈ ഒന്നിക്കൽ. മോഹൻലാലും സിബി മലയിലും മമ്മൂക്കയുമൊക്കെ അടങ്ങുന്ന സുഹൃത്ത് വലയത്തിന് വലിയ സങ്കടമായിരുന്നു ഇരുവരും വേർപിരിഞ്ഞിരുന്നത്. ചെറിയ പിണക്കങ്ങളുടെ പേരിൽ അകന്ന ഇരുവരും വിവാഹമോചനത്തിലേക്ക് കടന്നത് വലിയ ഞെട്ടലും ആഘാതവുമായിരുന്നു പ്രിയപ്പെട്ടവർക്ക് സമ്മാനിച്ചത്. എല്ലാവരെക്കാളും വലിയ വേദനയായിരുന്നു ആ വേർപിരിയൽ പ്രിയദർശൻ നൽകിയത്. ലിസിയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. വേർപിരിഞ്ഞപ്പോഴും പ്രിയദർശനെ വിവാഹം കഴിക്കാൻ നേരം സ്വീകരിച്ച ലക്ഷ്മി എന്ന പേര് തന്റെ പേരോട് ചേർത്തു വെച്ചിരുന്നു ലിസി. അകന്നിരുന്നപ്പോഴാണ് ആ സ്നേഹം ശരിക്കും ഇരുവരും തിരിച്ചറിഞ്ഞത്. അച്ഛൻ്റെ വേദന മകളും മനസ്സിലാക്കി. അപൂർവ കുടുംബവിശേഷങ്ങളിൽ ഇരുവരും ഒന്നിച്ചെത്തുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സന്തോഷം ആദ്യം തിരിച്ചറിഞ്ഞത് മക്കൾ തന്നെയായിരുന്നു. തുടർന്ന് ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളായ ലാലേട്ടനോടും ഭാര്യയോടും മക്കൾ ഇക്കാര്യം പറയുകയും ചെയ്തു. ഇരുവർക്കുമിടയിൽ സ്വാഭാവികമായുണ്ടായ അകൽച്ചയും പിണക്കവുമാണ് വേർപിരിയലിലേക്ക് എത്തിച്ചത്. ആ പിണക്കം തനിയെ അലിഞ്ഞു മാറട്ടെ എന്ന് പറഞ്ഞു കാത്തിരുന്ന ലാലും സംഘവും തുടർന്ന് ഇരുവർക്കും ഒരുമിച്ചിരിക്കാനുള്ള പല സന്ദർഭങ്ങളും ഒരുക്കുകയായിരുന്നു. അങ്ങനെ പതുക്കെ വേർപിരിയൽ തീരുമാനം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരുമിക്കുകയായിരുന്നു ഇരുവരും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.